തെളിയിച്ചവനാം ഗ്രിഗോറിയോസ് ഓർക്കും നിവർ നിൻ പാവന ചരിതം. മംഗളമിവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമെങ്ങൾക്കുള്ളവാകണമേ. എന്റെ സഹോദരങ്ങളും ആശ്ചര്യമുള്ളവരുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദുരസ്ഥന്മാരോട് സമീപസ്ഥരും മരിച്ചുപോരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ രശ്മിയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളാൽ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ പ്രാപിച്ച് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ. മലങ്കര സഭയുടെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധനായ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഓരോരുത്തരും നാട്ടിൽ ചെല്ലുന്ന അവസരത്തിലും ഇവിടെ ആയിരിക്കുന്ന അവസരത്തിലും പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാറുണ്ട്. നാട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ മിക്കവാറും എല്ലാവരും തന്നെ പരിമല കബറിങ്കിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളിന്ന് പ്രാർത്ഥിച്ചതുപോലെ ആ തിരുശേഷിപ്പ് ഇടം മൂലവും പരിശുദ്ധന്റെ കബറിടം മൂലവും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് അനേകർക്ക് സൗഖ്യം പ്രാപിക്കുകയും അനേക അത്ഭുതങ്ങൾ നടത്തുകയും അനേകർക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗഖ്യം നേടുകയും മനസ്സന്തോഷം നേടുകയും അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നിന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊക്കെ പരിമലയിൽ അനേകായിരങ്ങൾ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. നമുക്കൊക്കെ അതറിയാം. പരിശുദ്ധ പരിമല തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനായ പിതാവാണ്. മിശിഹാ തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ കാലശേഷം എന്തെല്ലാം അത്ഭുതങ്ങൾ അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത്. രോഗികളെ സുഖപ്പെടുത്തുവാനും തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും തളർന്നിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനും അങ്ങനെ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് തന്റെ പരിശുദ്ധന്മാർക്ക് സാധിക്കും. 48 അദ്ദേഹം ജനിക്കുന്നത്. 1902 അദ്ദേഹം നിര്യാതനായി. 54 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. 1848 മുതൽ 1902 വരെയുള്ളതാണ് 54 വർഷം. പക്ഷെ ആ 54 വർഷങ്ങൾ കൊണ്ട് അതിനേക്കാൾ കൂടുതൽ സുഹൃതങ്ങൾ ആർജിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 54 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ലോകത്തിന്റെ മുഴുവനും മനസ്സാക്ഷിയെ നേടുവാനായിട്ട് സാധിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. 48 ജാതം ചെയ്ത അദ്ദേഹം 58 ആകുമ്പോൾ ഒരു ഷമ്മാശനാകുക. പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസിയോസ് എന്ന് പറയുന്ന അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിൽ നിന്ന് 10 വയസ്സുള്ളപ്പോൾ ഷമ്മാശപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ചു കരുണാശ്രപ്പണിയിൽ വെച്ച്. അത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 1861 ആയപ്പോൾ അന്ന് ഷീമയിൽ നിന്നുള്ള യുവാക്കോമാർ കുറിലോസ് എന്ന് പറയുന്ന ഒരു പിതാവിൽ നിന്ന്, അതായത് 13 വയസ്സായപ്പോൾ കശീശായി. ആ വർഷം തന്നെ അദ്ദേഹത്തെ കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ ഒരു മൽപ്പാനായിരുന്നു. വെട്ടിക്കൽ ദേറായിലും മുളന്തുരുത്തിയിലും പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനേക വൈദിക വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പഠിക്കുന്നുണ്ട്.
അവിടെ നിന്നാണ് പരിമള തിരുമേനിയും പഠനം പൂർത്തീകരിക്കുന്നത്. സുറിയാനി പഠിക്കാനായിട്ടും കുർബാന പഠിക്കുവാനായിട്ടും സഭയുടെ കൂദാശകൾ പഠിക്കുവാനായിട്ടും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. വാസ്തവം പറഞ്ഞാൽ 2 വയസ്സാകുന്നതിന് മുമ്പ്, പരിമള തിരുമേനിക്ക് 2 വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. 4 സഹോദരങ്ങളുണ്ടായിരുന്നു. മൂത്ത സഹോദരിയാണ് പരിമള തിരുമേനിയെ വളർത്തുന്നത്. ഇത്രമാത്രം ഭംഗിയായിട്ട്, ഇത്രമാത്രം ദൈവീയമായ ആശ്രയത്തോടുകൂടി വളർന്ന ഒരു പൈതലില്ലായിരുന്നു. അതുകൊണ്ടാണ് 10 വയസ്സാകുമ്പോൾ അദ്ദേഹം ഷമ്മാശനും 13 വയസ്സായപ്പോൾ കശിച്ചായും ആകുന്നു. അത് കഴിഞ്ഞ് 1876-75 പത്രോസ് പാത്രോർഗീസ് ബാവ ഇവിടെ വരുമ്പോൾ നല്ല സുറിയാനി പണ്ഡിതനായിട്ടാണ് പരിമള തിരുമേനി അറിയുന്നത്. അദ്ദേഹം റംബാനും 1877 അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുക പത്രോസ് പാത്രോർഗീസ് ബാവ. അദ്ദേഹത്തോടൊപ്പം മറ്റു പലരെയും 2-3 പേരെ കൂടെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. ആ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു പരിമള തിരുമേനി. 29 വയസ്സായപ്പോൾ മെത്രാപ്പൊലീത്ത ആകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിമള കൊച്ചു തിരുമേനി എന്ന് വിളിക്കുന്നത്. ആ 29ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മെത്രാപ്പൊലീത്തായി. നിരണം ഭദ്രാസനത്തിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുക്കുക. അങ്ങനെയാണ് പരിമലയിൽ താമസിക്കാനായിട്ട് വരുന്നത്. നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്തായിട്ട് അദ്ദേഹം ഭരണം നടത്തുക. അത് കഴിഞ്ഞ് തുമ്പോൺ ഭദ്രാസനത്തിന്റെയും ചുമതല അദ്ദേഹത്തിൽ വന്നുകൂടി. നിരണത്തിന്റെയും തുമ്പോണിന്റെയും മെത്രാപ്പൊലീത്തയായി. പുലിക്കോട്ടിൽ തിരുമേനി കാലത്ത് മലങ്കര മെത്രാപ്പൊലീത്ത കാലം ചെയ്യുന്ന അവസരത്തിൽ കുറെ നാളത്തേക്ക് കൊല്ലം ഭദ്രാസനത്തിന്റെയും ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഇത്രയും കാലങ്ങൾ കൊണ്ട് 3 ഭദ്രാസനങ്ങൾ നമുക്കറിയാം. നമ്മുടെ തെക്കുള്ളതായ തുമ്പവൺ, നിരണം, കൊല്ലം ഭദ്രാസനങ്ങളുടെ ചുമതല വഹിച്ചിട്ട് 1902 അദ്ദേഹം പരിമലയിൽ കാലം ചെയ്തു. പരിമല സെമിനാരി പണിയുന്നു. പരിമലയിൽ പള്ളി പണിയുവാനായിട്ട് ആരംഭിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ആ പള്ളിയൊന്നും പരിമല തിരുമേനി പണിയുന്നതല്ല. അദ്ദേഹം അതിന്റെ പണിയുടെ ആരംഭം വരുന്നു. അതിന് പൂർത്തീകരണത്തിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിനു മുമ്പേ തന്നെ ദൈവം അദ്ദേഹത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിക്കുക. ഈ ഇത്രയും കാലം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട്, അനേകരുടെ സ്നേഹാദരവുകൾ ആർജിച്ചെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 2-3 സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹത്തിനുള്ളതായിട്ട് പിതാക്കന്മാരൊക്കെ പറയും. ചെറുപ്പം മുതലേ ദൈവാശ്രയത്തിൽ വളരുന്ന ഒരാളായിരുന്നു. ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ അനുഷ്ഠിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. വെട്ടിക്കൽ ദേറായിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ താമസം ആരംഭിക്കുക. അവിടെ നിന്നുകൊണ്ട് ദേറാ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ നിഷ്ഠകളും കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നൂറ്റാണ്ടുകൾ കൂടിയിരിക്കുമ്പോൾ മാത്രമേ ലോക ചരിത്രത്തിൽ ഇതുപോലെയുള്ള വിശുദ്ധന്മാർ ജനിക്കുകയുള്ളൂ. അങ്ങനെ ജനിച്ച് ജീവിച്ച ഒരു വിശുദ്ധനായിരുന്നു പരിമള തിരുമേനി. ആ സൗഭാഗ്യങ്ങൾ മുഴുവനും പറയാം. ആ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ അനേകർക്ക് വസൂരി രോഗം പിടിപെടുമായിരുന്നു. ആ വസൂരി രോഗം വളരെ ശക്തമായിട്ട് എല്ലായിടത്തും പ്രചരിക്കും. ഇന്നത്തെ പോലൊന്നും ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായിരുന്നു മെൽപ്പാനച്ചൻ, ഗീവർഗീസ് മെൽപ്പാനച്ചൻ. അദ്ദേഹത്തിന് വസൂരി രോഗം വന്നപ്പോൾ ബാക്കി ആരും ശുശ്രൂഷിക്കാനില്ലായിരുന്നപ്പോൾ ബാലനായിരുന്ന തിരുമേനിയാണ് ശുശ്രൂഷിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം മെത്രാപ്പൊലീത്ത ആവുന്ന ഉടനെയും അസുഖം ബാധിക്കുന്ന ആളുകളുടെ അടുക്കൽ വസൂരി രോഗം, ഞങ്ങളുടെ തുമ്പമണൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് വസൂരി വന്ന അനേക ആളുകൾ മരിച്ചു. ആ മരിക്കുന്ന അവസരത്തിലൊക്കെ പരിമള തിരുമേനി തുമ്പോണും ചെങ്ങന്നൂരും മാവേലിക്കരയും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വസൂരി രോഗം വരുന്ന ആളുകളെ ശുശ്രൂഷിക്കാനായിട്ട്, അവരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്, അവരുടെ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഇതിലൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രോഗികളായിരിക്കുന്ന ആളുകളെ കരുതലോടെ കാണുവാനായിട്ട്, വിശുദ്ധിയോടെ സ്വീകരിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ശുശ്രൂഷ അവർക്ക് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തിനാവുമ്പോൾ അദ്ദേഹത്തിന് വയറിന് അസുഖം വരുന്നു. അൾസറായിരുന്നു ആദ്യം ആരംഭത്തിൽ തുടങ്ങുന്നു. അത് കൂടുതൽ കഠിനമാകുന്നു. വേദന, സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിച്ചുകൊണ്ട് 1-2 ആഴ്ചകൾ അദ്ദേഹം കിടക്കുന്നു. വയറിന് വന്നതായ അസുഖത്തിന്റെ മൂലമാണ്. വസൂരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ടിട്ടല്ല. വയറിന് അസുഖം വന്ന് പിന്നെ അത് വയറിൽ പ്രയാസമായി തീരുകയും അൾസറാണെന്നൊക്കെയാണ് അന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ടൊക്കെ പറഞ്ഞത്. അൾസറായിരുന്നോ ക്യാൻസർ ആയിരുന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല. എങ്ങനെയും ആ രീതിയിലാണ് 1902 നവംബർ മാസം 1-ാം തീയതി രാത്രി 1 മണിക്ക് അദ്ദേഹം കാലം ചെയ്തത്. അസുഖമായിട്ട് കുറെ സമയം അദ്ദേഹം കിടക്കുന്നുണ്ട്. 1 ആഴ്ച കാലത്തോളം വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അസുഖമായ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അവിടെ പോയി കാണുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നു. വേദനകൾ സഹിച്ച് കുറെ ദിവസം കിടന്നിട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയാണ് ചെയ്തത്. പരിശുദ്ധനായ പരിമള തിരുമേനി ചെറുപ്പകാലം മുതലേ പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരാളായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നത്. ദൈവാശ്രയത്തിൽ ജീവിക്കുക, പ്രാർത്ഥിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്,
അത് തൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സത്യമല്ലാതെ അദ്ദേഹം ഒന്നും പറയില്ലായിരുന്നു. ഒരവസരത്തിൽ ഈ കരിങ്ങാച്ചിറ പള്ളിയിൽ, അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ, അവിടെ വിശുദ്ധ കുർബാന നടക്കുന്നു. തിരുമേനി അവിടെ കുർബാന ചെയ്യുക. അപ്പോൾ കരിങ്ങാച്ചിറ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കുരിശിൻ തൊട്ടി പണിതു. അപ്പോൾ ആ കുരിശിൻ തൊട്ടി പണിതപ്പോഴത്തേക്കാണ് അതിന്റെ ചുറ്റിനുമൊക്കെ ഹിന്ദുക്കളൊക്കെ താമസിക്കുന്നു. അപ്പോൾ അവർ ഈ കുരിശിൻ തൊട്ടിയിൽ പരിമള തിരുമേനി എന്ന ധൂപപ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ധൂപമിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ അതിനെ എതിര് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു കോടതിയിൽ ഒരു കേസായി കഴിഞ്ഞപ്പോൾ പരിമള തിരുമേനിയെ സാക്ഷിയായിട്ട് വിസ്തരിക്കണം. അപ്പോൾ ആ പള്ളിയിലെ ചുമതലക്കാരൊക്കെ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ധൂപമിട്ട് പ്രാർത്ഥിച്ചെന്ന് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലന്മാരും ഒക്കെ തിരുമേനിയോട് പറഞ്ഞു, ധൂപമിട്ട് പ്രാർത്ഥിച്ചെന്ന് പറയണ്ട, ധൂപം വീശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശിക്ഷ വരും, നമ്മൾ കേസിൽ തോറ്റുപോകുന്നു. അപ്പൊ തിരുമേനിയോട് അത് പറഞ്ഞപ്പോൾ തിരുമേനി ഒന്നും പറഞ്ഞില്ല. പക്ഷെ കോടതിയിൽ സാക്ഷി വിസ്താരത്തിനിടെ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി അവർ ധൂപമിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ധൂപമിട്ട് പ്രാർത്ഥിച്ചെന്ന് തിരുമേനി സത്യം പറഞ്ഞു. ആ കേസ് അങ്ങ് തോറ്റു. പള്ളിയിലെ ട്രസ്റ്റിയെയും വികാരിയെയും സെക്രട്ടറിയും ഒക്കെ ശിക്ഷിച്ചു, കോടതിയിൽ നിന്ന് പിഴ ശിക്ഷിക്കുകയാണ് ചെയ്തു. അപ്പൊ തിരുമേനി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അപ്പീലിന് പോയാൽ മതി, ആ അപ്പീലിൽ നിങ്ങൾ ജയിക്കുന്നു. അടുത്ത അപ്പീലിന് പോയി അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചു. തിരുമേനി അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നിട്ട് പോലും സഭയുടെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, സഭയുടെ കാര്യമല്ലേ, അല്ലെങ്കിൽ പൊതുവിലുള്ള കാര്യമല്ലേ, മറ്റുള്ളവർക്കൊന്നും ദോഷം വരുന്നതല്ല, അപ്പോൾ ഒരു കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ഒരു സ്വാർത്ഥതയ്ക്ക് പോലും തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല, കാപട്യം കാണിച്ചിട്ടില്ല, കള്ളമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും ദൈവവിശ്വാസിയായി ജീവിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിന്റെ നൈർമല്യം എല്ലാ കാര്യങ്ങളിലും പുലർത്താനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന പരിശുദ്ധന്മാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. പരിമള തിരുമേനി അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നതായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. 1900 പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ജൂബിലി ആഘോഷം പഴയ സെമിനാരിയിൽ വെച്ച് നടക്കുമ്പോൾ, തുലാമാസത്തിലാണ്, ഭയങ്കര മഴ ഉള്ളതായ സമയത്താണ് നടക്കുന്നത്. അപ്പോ ഈ ജൂബിലിയുടെ ആഘോഷവും പങ്കലും രാജാവും അല്ലെങ്കിൽ അതുപോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ സംബന്ധിക്കുന്ന ഒരു സമ്മേളനം, ഭയങ്കരമായ മഴ പെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുമേനിയോട് പറയുന്നുണ്ട്, മഴ പെയ്യാണ്, ഇതൊന്നും അല്ല, അപ്പോഴെ താറുമാറായി പോലും. തിരുമേനി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, മഴ പെയ്യുകയില്ല എന്ന്. അപ്പോൾ പറയുന്നത് കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം ഭയങ്കര മഴയായിരുന്നു. പഴയ സെമിനാരിൽ ഈ ആഘോഷം നടക്കുന്ന സ്ഥലത്ത് മാത്രം മഴ പെയ്യുന്നില്ല. ആഘോഷങ്ങൾ കഴിഞ്ഞ് കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിലുള്ളതായ മഴ അവിടെ പെയ്യുകയും ചെയ്യും. ഇതുപോലെ ഒത്തിരി സന്ദർഭങ്ങളിൽ കായലിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഓളവും തിരമാലകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കായലും വള്ളമൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, തിരുമേനി യാത്ര ചെയ്താൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന അനുസരിച്ച് പോകുമ്പോൾ കടലും ആഴവും ആഴിയും അതുപോലുള്ളതായ വലിയ തിരമാലകളും ഒക്കെ ശക്തമായ തിരമാലകളൊക്കെ ശാന്തമാകുന്നുണ്ട്. ഇതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രോഗികളായിട്ട് ആളുകളെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഗീവർഗീസ് തിരുമേനി തിരുമേനി പറഞ്ഞിട്ടുള്ളത്, പരിമള തിരുമേനി മരിച്ചുപോയവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് പരിമളെ കൊണ്ടുവരുമ്പോൾ, തിരുമേനിയ റംബാനായിരുന്നു, ഒന്ന് എടുത്ത് പരിമള തിരുമേനിയുടെ അടുത്തോട്ട് കൊണ്ടില്ല. അപ്പോൾ എടുത്തോണ്ട് പോയ റംബാച്ചന് മനസ്സിലായി, ഗീവർഗീസ് തിരുമേനിക്ക് മനസ്സിലായി ആ കുഞ്ഞ് മരിച്ചു പോയതാണ്. പക്ഷെ അവിടെ കൊണ്ടിന്ന് കൈവച്ച് തിരുമേനി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വരിക, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി പോലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പുണ്യവാനായ പിതാവായിരുന്നു പരിശുദ്ധ പരിമള തിരുമേനി. അദ്ദേഹത്തിന്റെ 1995 തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ് മാനുവലിന്റെ സെക്കൻഡ് പതിപ്പില് അന്നത്തെ സുറിയാനി സമുദായത്തെ കുറിച്ചും ഒക്കെ എഴുതുന്നു. അങ്ങനെയൊക്കെ എഴുതുന്നു. അതിനകത്ത് ഒരു ഫോട്ടോ വേണം, തിരുവേലിയുടെ ഒരു ഫോട്ടോ. തിരുവേലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് താമസിക്കും. ഡിക്രൂ സാഹിബ് എന്ന് പറയുന്ന സാഹിബ് വലിയ ഫോട്ടോഗ്രാഫറാണ്. ഈ സാഹിബിനോട് പറയുന്നുണ്ട് തിരുവേലിയുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പൊ തിരുവേലിയുടെ ടൈം ടേബിളൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ തിരുവേലിയെ ഫോട്ടോ എടുക്കാൻ കിട്ടുന്നതായ സമയം വളരെ വിരളമായിട്ടുള്ള സമയം. അങ്ങനെ വരുന്ന അവസരത്തിൽ പലതവണ ഇദ്ദേഹം ശ്രമിച്ചിട്ടും ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരവസരത്തിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഏതായാലും സമയം ഒത്തു വന്നു. ഈ സായിപ്പ് തിരുവനന്തപുരം പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ക്യാമറയൊക്കെ വെടിപ്പിച്ച് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെയാണ് തിരുമേനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുന്ന ഭയങ്കര സൂര്യനാണ്, നട്ടുച്ചയ്ക്കുള്ളതിന് ഭയങ്കര ശക്തമായ സൂര്യപ്രകാശം. ഇതില് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കില്ല ക്യാമറയിൽ. അന്നത്തെ ക്യാമറ ഒക്കെ നമുക്കറിയാമല്ലോ, ഇന്നെടുക്കുന്നത് പോലെയുള്ളതായ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊന്നും അല്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ സായി പാവപ്പെടെ നിന്ന് വിറയ്ക്കുക.
അപ്പൊ തിരുമേനി ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പൊ പറഞ്ഞു തിരുമേനി ഈ സൂര്യപ്രകാശത്തിൽ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ചെന്ന് തിരുമേനി സ്ലീവ ഉയർത്തി മേളോട്ട് വാഴ്ത്തി. ആ വാഴ്ത്തുന്ന അവസരത്തിൽ ഒരു മേഘം വന്ന് ആ സൂര്യനെ മറയ്ക്കുകയും ഒരിക്കലും ആർക്കും സ്റ്റുഡിയോയിൽ പോലും ലഭിക്കാൻ വയ്യാത്ത ഒരു നല്ല സാഹചര്യത്തിൽ ആ ഫോട്ടോ എടുക്കുകയും അതിനെക്കുറിച്ച് ആ സായിപ്പ് അതിശയത്തോടുകൂടി പിന്നീട് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും മേഘം മാറി, സൂര്യപ്രകാശം വളരെ ശക്തമായിട്ട് വരും. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ, പിശാചുകളെ പുറത്താക്കിയ അനുഭവങ്ങൾ, പിശാച് ബാധിതരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തിൽ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനേകം മനുഷ്യർ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുമായി. പള്ളികളിലൊക്കെ വഴക്കുള്ള അവസരങ്ങളിലൊക്കെ അദ്ദേഹം ചെല്ലുമ്പോൾ അതൊക്കെ ശാന്തമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ അനുസരിക്കുവാൻ, ആളുകൾ അദ്ദേഹത്തിന്റെ സാമർഥ്യത്തെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളെ, അദ്ദേഹത്തിന്റെ ദൈവഭക്തിയെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഒരാളാണ് പരിശുദ്ധനായ തിരുമേനി. ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലിശായുടെ പുതപ്പിന്മേൽ, ഏലിയായുടെ ആത്മാവിന്റെ ശക്തി ഏലിയ പ്രവാചകന്റെ പുതപ്പിന്മേൽ ഉണ്ടായിരുന്നതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്ന് ഏലിശ പുതപ്പ് കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധനായ തിരുമേനിയുടെ തിരുശേഷിപ്പും അദ്ദേഹത്തിന് ജീവിക്കുന്നതായ, അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നതായ സ്ഥലത്തിനുള്ള പുണ്യം അത് തന്നെയാണ്. ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പിടം മൂലം അനേകർ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും നന്മകൾ പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്നും മാറി നിന്ന് നോക്കുമ്പോൾ സമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ളതായ വലിയ സംഭാവനകളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അത് കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം 1900 എന്ന് പറയുന്നതായ, അതായത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം. നമ്മുടെ നാട്ടിൽ അധികം വിദ്യാലയങ്ങളൊന്നുമില്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനായിട്ട് സാധിച്ചിരുന്ന ഒരു പിതാവായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക മാത്രമല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൽപ്പനകൾ എഴുതി. ആ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ടെ 3-4 വിഭാഗം ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത് വൈദികരുടെ വിദ്യാഭ്യാസം. അച്ഛന്മാര് പഠിത്തമുള്ളവരായിരിക്കണം, വേദപുസ്തകം വായിക്കാൻ അറിയാവുന്നവരായിരിക്കണം. അക്കാലഘട്ടത്തിലാണ്, അന്ന് അങ്ങനെയൊന്നും വിദ്യാഭ്യാസമൊന്നും ഇല്ല. വൈദികർക്ക് തന്നെ അദ്ദേഹം കൽപ്പനകൾ എഴുതുന്ന ഒരിക്കല് നിരണം ഭദ്രാസനത്തിലെയും തുമ്പോൺ ഭദ്രാസനത്തിലെയും കൊല്ലം ഭദ്രാസനത്തിലെയും വൈദികരുടെ ഒരു മീറ്റിംഗ് നിരണത്ത് വെച്ച് കൂടുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹം വൈദിക വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്നു. വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉത്സാഹിക്കണമെന്ന് വൈദികരോട് അദ്ദേഹം കൽപ്പന കൊടുക്കുന്നുണ്ട്. സഭകളെ അത് ഉദ്ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം പരുമലയിൽ സെമിനാരി സ്ഥാപിച്ചത്, വൈദികരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. രണ്ടാമത് സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസം. ആ സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കുറച്ചുപേരൊക്കെ പഠിക്കുക, സ്ത്രീകൾ ആരും പള്ളിക്കൂടത്തിൽ പോകത്തില്ല, സ്ത്രീകളെ ആരെയും പഠിപ്പിക്കരുത്, സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി വിടരുത്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് എന്തോ തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തോട് സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയാനായിട്ടും ഉദ്ബോധിപ്പിക്കുവാനും, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, ഭവനത്തിൽ ജ്ഞാനം ഉണ്ടായെങ്കിൽ മാത്രമേ, സ്ത്രീകൾ എഴുതാനും വായിക്കാനും പഠിച്ചെങ്കിൽ മാത്രമേ ആ ഭവനം അഭിവൃദ്ധിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, മക്കൾക്ക് ദൈവ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ആളായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. മൂന്നാമത് അദ്ദേഹം ദളിതരുടെ വിദ്യാഭ്യാസം, അധകൃതരായ ആളുകൾ, ആ അധകൃതരായ ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. കൽപ്പനകളൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണം. സാധാരണക്കാരുടെ കൂട്ടത്തിലിരുന്ന് ദളിതരായ ആളുകൾക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കറിയാവും, 1850 ആകുമ്പോൾ, 50-നോടടുത്ത് ഈ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് CMS മിഷണറിമാര്, അന്നൊക്കെ ഉണ്ടായിരുന്ന CMS മിഷണറിമാര്, ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ, അവര് കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച്, സ്ത്രീകളുടെ സ്ഥിതിയെക്കുറിച്ച്, ജനങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചും ഒക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന അവസരത്തിൽ ഈ സായിപ്പന്മാര്, ഇവിടുന്ന് CMS മിഷണറിമാർ അങ്ങോട്ട് എഴുത്തുകളൊക്കെ എഴുതുന്നുണ്ട്, ഇവിടുത്തെ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതി എങ്ങനെയാണ്. അപ്പൊ പറയാണ്, ഈ നമ്പൂതിരിമാരുടെ അടുത്ത് ആർക്കും ചെല്ലാനൊക്കത്തില്ല. ഒരു നായർക്ക് നമ്പൂതിരിയുടെ അടുത്ത് ചെല്ലാം, പക്ഷെ ഒന്നിച്ചിരുന്ന് നായരുടെ കൂടെ നമ്പൂതിരി ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല.
അതേപോലെ തന്നെ ഈഴവര് ഈ നമ്പൂതിരിമാരുടെ 30 അടി ദൂരത്താണ് മാറി നിൽക്കേണ്ടത്. പുലയരാണെങ്കിൽ 90 അടി ദൂരത്ത് മാറി നിൽക്കണം. പറയനാണെങ്കിൽ ആ പ്രദേശത്തേ വരാനായിട്ട് സാധിക്കത്തില്ല. പുലയന്മാർക്ക് നായരുടെ 50 അടി ദൂരത്തിൽ മാറി നിൽക്കാം, അല്ലെങ്കിൽ ചോവന് നായരുടെ 12 അടി ദൂരത്ത് മാറി നിൽക്കാം. പുലയൻ 60 അടി മാറി നിൽക്കണം. പറയനാണെങ്കിൽ അതിന്റെ അടുത്തുനിന്ന് വരാനായിട്ട് സാധിക്കില്ല. സുറിയാനി ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ നായന്മാരുടെ അടുത്ത് പോകാം, നായന്മാരെ തൊടാം, പക്ഷെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല. ഇതായിരുന്നു കേരളത്തിലെ സാമൂഹ്യ സ്ഥിതി. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് ഇവൻ ദൈവത്തിന്റെ മകനാണ്. പുലയനും പറയനും ചോവനും കുറവനും അവരൊക്കെ ദൈവത്തിന്റെ മകനാണ്. ദൈവം തന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയും. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും ക്രിസ്ത്യാനികളെ അല്ലല്ലോ സൃഷ്ടിച്ചത്. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും യഹൂദന്മാരെ അല്ലല്ലോ സൃഷ്ടിച്ചത്. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നമ്പൂതിരിമാരെ അല്ലല്ലോ സൃഷ്ടിച്ചത്. ആ നമ്പൂതിരിയെയും പറയനെയും പുലയനെയും സൃഷ്ടിച്ചവൻ ഒരേ ദൈവമാണ്. ദൈവത്തിന്റെ രൂപവും സാദൃശ്യവുമാണ്. ഏത് ഉന്നത ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഏത് പണക്കാരനാണെങ്കിലും, ഏത് പണ്ഡിതനാണെങ്കിലും, ഏത് പാമരനാണെങ്കിലും, ഏത് താണജാതിയിൽപ്പെട്ടവനാണെന്നും വഹിക്കുന്നെന്നുള്ള ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത അതിശ്രേഷ്ഠനായ ഒരു പിതാവായിരുന്നു പെരുവെള്ളി തിരുമേനി. അതാണ് അദ്ദേഹത്തിന്റെ ആ സാമൂഹ്യ അവസ്ഥയിൽ അദ്ദേഹത്തിനുള്ള ആ കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഒക്കെ ജീവിച്ചിരിക്കുന്നത്. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് വരുന്നുണ്ട്. പെരുവെള്ളി തിരുമേനി ഒരു മതത്തിന്റെ മാത്രം പുരോഹിതനായതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെ അത്രയും ആ മേഖലയിൽ അറിയപ്പെടുന്നില്ല. പക്ഷെ അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കുമ്പോൾ അന്ന് ഈ പള്ളികളൊക്കെ സ്ഥാപിക്കുവാൻ പെരുവെള്ളി തിരുമേനിയുടെ അടുത്ത് കുറെ പുലയന്മാരും പറയന്മാരും ഒക്കെ വന്നു. അപ്പൊ എന്താ പറയുന്നേ? അവർ ചെയ്തെന്താ? നമ്മുടെ പിതാക്കന്മാർ ചെയ്തെന്താ? അവരെ നമ്മുടെ പള്ളിയിൽ കയറ്റത്തില്ല, തുമ്പം പള്ളിയിൽ അവരെ കയറ്റത്തില്ല. അതിന്റെ അടുത്ത് വേറൊരു പള്ളി വെച്ചു കൊടുത്തേക്കാം പുലയന്മാർക്ക് പ്രാർത്ഥിക്കാനായി. ചെങ്ങന്നൂർ പള്ളിയിൽ അവരെ കയറ്റത്തില്ല, അതിന്റെ അടുത്ത് വേറൊരു പള്ളി വെച്ചു കൊടുത്തു പുലയന്മാർക്ക് പ്രാർത്ഥിക്കാനായി. അവിടെ വേറെ അച്ഛൻ പോയി കുർബാനയിൽ, അവർക്ക് വേറെ പള്ളിക്കൂടങ്ങൾ വെച്ചു കൊടുത്തു. ഇതൊക്കെ കേരളത്തിൽ നിന്നിരുന്നതായ സ്ഥിതിയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. അവർക്ക് പൊതു നിരത്തിലൂടെ അവർക്ക് യാത്ര ചെയ്യാനൊക്കത്തില്ല. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ട് സാധിക്കില്ല. അവരതെല്ലാം പൊക്കോണം. ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ പോലും സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്താനും അതിനെതിരായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനും സാധിച്ചയാളാണ് പെരുവെള്ളി തിരുമേനി. എന്നിട്ടോ നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്നത് എന്താ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് പെരുവെള്ളി തിരുമേനിയുടെ കാലം കഴിഞ്ഞ് പത്രോസ് സൊസാത്യോസ് തിരുമേനി മാമോദീസമൊക്കെ ചേർത്ത സഭയിൽ ചേർത്ത ചില പുതു ക്രിസ്ത്യാനികളുണ്ട്. നമ്മൾ എന്താ വിളിക്കുന്നത്? മറിയെ പുറത്തിന്ന് വിളിക്കും, പൗലോസ് പൊലേനെന്ന് വിളിക്കും, പൗലോസ് കുറവനെന്ന് വിളിക്കും. നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണ്. പൗലോസ് എന്ന് വിളിക്കത്തില്ല, അവനെ തയ്ച്ച് വിളിക്കുന്നത് എന്താ? പൗലോസ് കുറവനോട് പറയാൻ പറയും, അല്ലെ മത്തായി കൊലയനോട് പറയാൻ പറയും. ഈ രീതിയിൽ വിളിക്കുന്നതായ ഒരു സംസ്കാരമായിരുന്നു നമുക്കുണ്ടായത്. ആ സംസ്കാരത്തിനെതിരെ ശബ്ദം ഉയർത്തിയ ആളാണ് പരിശുദ്ധനായ പെരുവെള്ളി തിരുമേനി. അതാ അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് പറയും. ആ കാലഘട്ടത്തിൽ ആരും ചെയ്യുവാൻ സാധിക്കാതിരുന്ന, ആരും ധൈര്യപ്പെടാതിരുന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ അവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കത്തില്ല എങ്കിൽ അവർക്ക് വേണ്ടി വേറെ പള്ളിക്കൂടം പഠിപ്പിച്ചു വെച്ചു കൊടുക്കുക. ഇന്ന് ആ കൂട്ടത്തിൽപ്പെട്ട KR നാരായണന് ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകാൻ വരെ ഒരു ഭാഗ്യമുണ്ടായി. ആ ഒരു അവസ്ഥയിലേക്ക് പെരുവെള്ളി തിരുമേനിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ KR നാരായണൻ നമ്പൂതിരിയുടെ 100 അടി ദൂരത്ത് മാറി നിൽക്കേണ്ട ആളായിരുന്നു. പക്ഷെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ വലിയ സാമൂഹ്യ പരിഷ്കാരത്തിനൊക്കെ തുടക്കമിട്ട പിതാക്കന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും 30% സംവരണമുണ്ട്, 50% സംവരണമുണ്ട്. എല്ലാത്തിന്റെയും ഉന്നത അവസ്ഥയിലേക്ക് ഈ ആളുകളൊക്കെ വന്നുകൂടും. നമ്മുടെയും ഒക്കെ മെന്റാലിറ്റി അതായിരുന്നു. ക്രിസ്ത്യാനികളുടെ മെന്റാലിറ്റി അതായിരുന്നു. ആദ്യമായിട്ട് മുളന്തുരുത്തിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞ് കുന്നംകുളത്ത് ഒരു സ്കൂൾ ആരംഭിച്ചു. 1901 തന്നെ 1900 തന്നെ അദ്ദേഹം തുമ്പമണ് ഒരു ഒരു സ്ഥാപനം, ഒരു സ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞ് 1902 തിരുവല്ലായിൽ പാലിയേക്കര നമ്മുടെ MGM ഹൈസ്കൂൾ, അത് അദ്ദേഹം ആരംഭിച്ച. തുമ്പമണം MG മിഡിൽ സ്കൂള് അദ്ദേഹം പെരുവെള്ളി തുടങ്ങിയ. ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, അതിന്റെ അടുത്ത പ്രദേശത്തൊന്നും അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇന്ന് 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, പഠിക്കാനായിട്ട് പോകണം, പഠിക്കാനായിട്ട് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യണം. അവർക്ക് വേണ്ടി അതിനുള്ള അവസരം ഉണ്ടാക്കുവാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് പരിശുദ്ധ പെരുവെള്ളി തിരുമേനിക്ക് സാധിച്ചു. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല.
പരിശുദ്ധ പരിമളത്തിനുവേണ്ടി നാം ഓർക്കുമ്പോൾ അദ്ദേഹം മഹാപരിശുദ്ധനായ പിതാവായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പിതാവായിരുന്നു. നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ നമ്മെപ്പോലെ തന്നെ ജീവിച്ച് 50-55 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ദൈവത്തിന് ഇഷ്ടനായി തീരുവാനും പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി സാധിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ജനങ്ങളെ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദളിതരുടെ അധകൃതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം യെരൂശലേം യാത്ര നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ച് വളരെ ശക്തമായി പറയാറുണ്ട്. മലയാളത്തിലുണ്ടാകുന്ന ആദ്യത്തെ സഞ്ചാരകൃതി യെരൂശലേം യാത്രാ വിവരണം, ആദ്യത്തെ ട്രാവൽ ഡോക്യുമെന്റ്. പരിമളത്തിന് വേണ്ടി യെരൂശലേമിൽ പോയി. ഇന്നിപ്പോൾ നമുക്ക് യെരൂശലേമിൽ പോകാനായിട്ട് കുഴപ്പമൊന്നുമില്ല. 19,000 രൂപ ടിക്കറ്റ് എടുത്ത 5 മണിക്കൂറിനകം യെരൂശലേമിൽ ചെല്ലാം. അന്ന് അതല്ലായിരുന്നു. അന്ന് അദ്ദേഹം യാത്ര ചെയ്യുന്ന അവസരത്തിൽ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചിട്ട് കപ്പൽ മാർഗം ബോംബെയിൽ ചെന്നിട്ട് പിന്നെയും കപ്പൽ പിടിച്ചിട്ടൊക്കെ ഉള്ള ഒരു യാത്രയായിരുന്നു. 2-3 മാസം എടുത്തിട്ടുള്ളതായ ഒരു യാത്രയായിരുന്നു യെരൂശലേം യാത്ര. ആ യാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് യെരൂശലേം യാത്രാ വിവരണം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും ഉദാത്തമായ ഒരു ഗ്രന്ഥമായിട്ട് ഇപ്പോൾ കോളേജില് ഹയർ ലെവലില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലില് കോളേജ് വിദ്യാർത്ഥികൾക്ക് മലയാളം നോൺ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാനായിട്ട് ആ പുസ്തകം തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സഞ്ചാര സാഹിത്യ കൃതിയായിരുന്നു പരിമളത്തിന്റെ യെരൂശലേം യാത്രാ വിവരണം എന്ന് പറയുന്നത്. യെരൂശലേമിലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പോയി. യെരൂശലേമിലും കർത്താവിന്റെ കബറിടവും യെരൂശലേം ദേവാലയത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ താൻ ജീവിച്ചിരുന്ന കാലത്ത് നല്ല സംഭാവനകൾ നൽകി മലങ്കര സഭയെ അതുപോലെ തന്നെ കേരള സമൂഹത്തെ സമ്പുഷ്ടമാക്കിയ ഒരു പിതാവാണ് പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയാലും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടിരിക്കുക. പരിശുദ്ധന്മാരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമരോടും പുണ്യവാന്മാരായ പിതാക്കന്മാരോടും പരിശുദ്ധന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടി അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധനായ പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഇന്നും എന്നും നമുക്ക് ഓരോരുത്തർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും ദൈവമായ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ.